കാര്യങ്ങളും അറിയാവുന്ന കോൺഗ്രസ് ലീഗൽ സെല്ലിൻ്റെ സീനിയർ അഭിഭാഷകൻ ടി.ആർ. ബാലകൃഷ്ണൻ സീനിയർ സിവിൽ ലോയറാണ്. അയാൾ റിപ്ലൈ നോട്ടീസ് അയച്ചു. ആർക്ക്? ഷൈജു മാണിച്ചാർ വക്കീൽ, ഈ ചാക്കോൻ്റെ വക്കീലിന്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മകന് ഗുരുതരമായ അസുഖമുണ്ട്, 5 ലക്ഷം രൂപ എനിക്ക് പണം, അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പണം ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഒരു കോൺഗ്രസ് മുതിർന്ന നേതാവിനെ കണ്ടു, മേ ബി ഇറ്റ് ഈസ് ND അപ്പച്ചൻ. അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പലിശയ്ക്ക് കടം കൊടുക്കുന്ന ഒരാളുടെ ചാക്കോ, അയാളെ പോയി കണ്ടാൽ മതി, സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 5 ലക്ഷം രൂപ മകൻ്റെ ചികിത്സാ ആവശ്യാർത്ഥം ഞാൻ കടം വാങ്ങി. അത് സ്റ്റാമ്പ് പേപ്പർ, ബ്ലാങ്ക് സ്റ്റാമ്പ് പേപ്പർ കൊടുത്തു, ബ്ലാങ്ക് ലെഡ്ജർ പേപ്പർ കൊടുത്തു. അത് അദ്ദേഹം സെയിൽ അഗ്രിമെൻ്റ് ആക്കി മാറ്റിയതാണ്. അങ്ങനെയല്ല, അത് തന്നെ അദ്ദേഹത്തിൻ്റെ OS 121/22 എന്ന നമ്പർ കേസിൽ NM വിജയൻ പ്രതിയായിരുന്നു. പ്രതിയായിട്ട് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്, പത്രിക, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂല രേഖ, അദ്ദേഹത്തിൻ്റെ അതെല്ലാം അദ്ദേഹം ഹാജരാക്കി. അതിലൊക്കെ ഈ സെയിം കാര്യങ്ങളാണ്. മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി 5 ലക്ഷം വാങ്ങിയെന്നാണ്, മറ്റു 10 ലക്ഷം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ സുപ്രീം കോടതി ഇന്ന് വരെ സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ട്. അതായത് കോടതിയുടെ മുൻപിലുള്ള എല്ലാ മെറ്റീരിയൽസും, പ്രതിഭാഗവും വാദിഭാഗവും ഹാജരാക്കുന്ന മെറ്റീരിയൽസ് വളരെ വിശദമായി പരിശോധിച്ചതിന് ശേഷം ഒരു സംശയം ഉണ്ടെങ്കിൽ, അതായത് അലിഗേഷൻസ്, പ്രോസിക്യൂഷൻസ് മുന്നോട്ട് വെച്ച ആ ആരോപണങ്ങളിൽ എന്തെങ്കിലും റീസണബിൾ ആയിട്ടുള്ള ഒരു സംശയമുണ്ടെങ്കിൽ, then the court has no other options but to invoke the special provision of section 438, that is anticipatory bail. അത് മുൻകൂർ ജാമ്യം കൊടുത്തേ മതിയാവൂ. ഇന്ന് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്. മറ്റ് വികാരപരം മഹീന്ദ്ര വേഴ്സസ് മധ്യപ്രദേശ് സുപ്രീം കോടതി റൂളിംഗ് ഇന്ന് അതിലും പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, കുടുംബത്തിൻ്റെ വികാരങ്ങളെ അവരെ തണുപ്പിക്കുന്നതിന് വേണ്ടി കോടതിയോ അല്ലെങ്കിൽ പോലീസോ ഒരു സെക്ഷൻ 306 ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ കേസെടുക്കുകയോ ആ രീതിയിൽ മുന്നോട്ട് പോകാനോ പാടില്ല എന്ന് ഇന്നത്തെ സുപ്രീം കോടതിയിൽ ലേറ്റസ്റ്റ് ഡിസിഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ ND അപ്പച്ചന് വേണ്ടി ഇദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയ, ഇദ്ദേഹം റിലേ ചെയ്ത ഈ റിപ്ലൈ നോട്ടീസ്, അഫിഡവിറ്റ്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്, വിജയൻ ഹാജരാക്കിയ രേഖകളാണ് ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയ പ്രതിഭാ രേഖകളാണ്. അതായത് അതൊക്കെ അഡ്മിറ്റഡ് എവിഡൻസ്. അതായത് സെക്ഷൻ 83 പറയുന്നുണ്ട്, ഈ ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്നുണ്ട്, അതായത് എവിഡൻസ് ആക്ടിൽ പറയുന്നുണ്ട്. അതായത് ഒരു അഡ്മിറ്റ് ചെയ്ത കാര്യം എവിഡൻസ് ആണ്. ഇദ്ദേഹം അഡ്മിറ്റ് ചെയ്താണ്. അപ്പോൾ അതും കോടതി പരിഗണിച്ചിട്ടുണ്ട്. എന്തായാലും കോടതിയിൽ വലിയ വിശ്വാസമുണ്ട്.